ആർ ശ്രീജിത്ത് കൂടിയുണ്ട്. ശ്രീജിത്ത്, അങ്ങനെ കോൺഗ്രസിൽ ഫ്ലെക്സ് യുദ്ധം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളായി തുടങ്ങിയിട്ട് അത് ഈ അവസാന ദിവസങ്ങളിലും തുടരുന്നു എന്നുള്ളതാണ്. LDFന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി തള്ളുന്നു, വലിയ ആത്മവിശ്വാസമുണ്ട്, മൂന്നാം വട്ടം തുടർ ഭരണം എന്നത് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എക്സിറ്റ് പോളുകൾ നൽകുന്ന വലിയ മുന്നേറ്റം അതിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് NDAയും എന്നുള്ളതാണ്. ഈ അവസാന മണിക്കൂറുകളാകുമ്പോൾ നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ടോ മുന്നണികളുടെ? അനുജ, ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ മുന്നണികൾക്ക് എന്താണ് ജനവിധി എന്ന കാര്യത്തിലുള്ള ആശങ്കയും നെഞ്ചിടിപ്പും ഏറുന്നുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. അവസാനവട്ട കൂട്ടലും കുഴിക്കലുമൊക്കെ നടത്തുമ്പോഴും മൂന്ന് മുന്നണികളും തങ്ങളുടെ ഭാഗം മെച്ചപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. LDFന് അനുകൂലമായിട്ടല്ല ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നത്. പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒരു എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് LDFന് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളെയും തിരുത്തിക്കൊണ്ടുള്ള ഒരു ജനവിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നും മൂന്നാം തവണയും തുടർഭരണമെന്ന ഐതിഹാസികമായ ചരിത്രം കുറിക്കുന്ന ഒരു നേട്ടവുമായി പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിലേറുമെന്നുമാണ് CPIMന്റെയും LDFന്റെയും ഉറച്ച ആത്മവിശ്വാസം. ആ നിലയ്ക്ക് തന്നെയാണ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിലടക്കം മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാർക്കും വിജയാശംസ നേരുകയും അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ കാര്യങ്ങളടക്കം സംസാരിക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ LDFന്റെ ആത്മവിശ്വാസം എത്ര കണ്ട് ഉയർന്നതാണെന്ന് ഇതിലൂടെ വ്യക്തമാണ്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ കൂടി പുറത്തു വന്നതോടെ UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ 80-ൽ പരം സീറ്റുകൾ നേടി മുന്നണി അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസും ലീഗും അടക്കമുള്ള UDFിലെ എല്ലാ കക്ഷികളും വിശ്വസിക്കുകയായിരുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ അതിന് ഉപോത്ബലകമാകുന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ഒരു തരംഗം പ്രത്യക്ഷമായാൽ അത് 100 സീറ്റിലേക്ക് എത്തുന്ന വിജയം തങ്ങൾക്കുണ്ടാകുമെന്നാണ് UDF നേതൃത്വം ഉറപ്പിച്ചു പറയുന്നത്. അതുകൊണ്ട് UDF ക്യാമ്പിലും പ്രതീക്ഷകൾ വാനോളമാണ്. എന്നാൽ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ 10 മുതൽ 14 സീറ്റ് വരെ കേരളത്തിൽ NDA സഖ്യം നേടും എന്ന്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്ന കാര്യം പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടത്തും ത്രികോണ മത്സരമുണ്ടെന്ന് ഉറപ്പിക്കുന്ന NDA പല സീറ്റുകളിലും 1, 2, 3 സീറ്റുകൾ വിജയിച്ചു വരാൻ കഴിയുമെന്നും തങ്ങളുടെ വോട്ട് പ്രാതിനിധ്യം, വോട്ട് വിഹിതം 20% എത്തിക്കുമെന്നുമുള്ള പ്രതീക്ഷയാണ് പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ മുന്നണികൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. എന്നാൽ അവസാന മണിക്കൂറുകൾക്ക് എത്തുമ്പോൾ മുന്നണികളുടെ നെഞ്ചിടിക്കുന്നു എന്ന കാര്യം ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും കണക്കുകളൊക്കെ കൂട്ടിയും കിഴിച്ചും അവസാന വട്ടം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഭരണം കിട്ടുമോ എന്നുള്ളതാണ് UDFന്റെ നെഞ്ചിടിപ്പ്. മൂന്നാമത്തെ ഭരണത്തിനായി LDF, ഒപ്പം തന്നെ കേരളത്തിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് NDA എന്തായാലും വിശ്വസിക്കുന്നു. അതെ, അവരുടെ വോട്ട് വിഹിതവും വർദ്ധിപ്പിക്കാൻ കഴിയും, കൂടാതെ കൂടുതൽ സീറ്റ് നേടാൻ കഴിയും എന്നൊക്കെയുള്ളതാണ്. ഇതിനോടകം അവർ ഇതിനു മുൻപ് ഒരൊറ്റ തവണ അക്കൗണ്ട് തുറന്നു, എന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല എന്നുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നപ്പോൾ അവർ വലിയ ആത്മവിശ്വാസത്തിലുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.